സർ, 218 CPM പ്രവർത്തകർ BJPയിലേക്ക്. ഇതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. അതായത് ചെങ്കൊടി അണിഞ്ഞിരുന്നവരൊക്കെ കാവി നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. CPMൽ വലിയൊരു വിഭാഗം ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറുകയാണ്. എന്താണ് ഇതിനുള്ള പ്രധാന കാരണം? ഇതിനുള്ള അടിസ്ഥാന കാരണം CPMൽ കുറേ കാലമായി നടന്നു വരുന്ന, സംസ്ഥാനത്തെ CPM നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ നടന്നു വരുന്ന തീവ്രമായ ജാതിവൽക്കരണം, മതവൽക്കരണം. ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ മനഃപൂർവ്വം അതിലേക്ക്, അതിൻ്റെ നേതൃസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്രവണത കുറച്ച് കാലങ്ങളായിട്ട് നടന്നു വരുന്നു. ഇതിൽ അസംതൃപ്തരും അതൃപ്തരുമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരൊക്കെ കുറേശ്ശെ ഒറ്റയായും തെറ്റയായും ഒക്കെ പിരിഞ്ഞു പോവുകയോ ഇല്ലേ നിശബ്ദരാകുകയോ നിർജീവമാവുകയോ ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴതല്ല. ഇപ്പോൾ പാർട്ടിയുടെ പ്രാദേശിക സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ്. അപ്പോൾ അതിനകത്ത് പാർട്ടി കഴിഞ്ഞ കാലത്തെടുത്തിരിക്കുന്ന നയസമീപനങ്ങളെക്കുറിച്ചും സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ രൂക്ഷമായ ചർച്ചകളും വിമർശനങ്ങളും നടക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ ചർച്ചകളും വിമർശനങ്ങളിലൂടെ അവർ പുതിയ ഒരു വഴിയിലെത്തി തീരുമാനം ഏകകണ്ഠമായി എടുക്കും എന്നാണ് വയ്പ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പ്രവണത. ഒരു ഏകാധിപത്യ പ്രവണതയുണ്ട്. അധികാരത്തിലിരിക്കുന്നവരും അവരുടെ മുഷ്കും അവർ അടിച്ചേൽപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ശിരസ വഹിക്കാൻ നിർബന്ധിതമായ താഴേക്കിടയിലുള്ള ആളുകളും അത് പല സ്ഥലത്തും പലതരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാക്കി. നമ്മൾ അടുത്ത കാലത്ത് ഒരു പ്രാദേശിക സമ്മേളനത്തിന് കരുനാഗപ്പള്ളിയിലെത്തിയ ജില്ലാ നേതാക്കളെ പൂട്ടിയിട്ട കഥ. പൂട്ടിയിട്ടിട്ട് സ്ത്രീകൾ പുറത്തു നിന്ന് പ്രതിഷേധിച്ചു. കാരണം എന്തായിരുന്നു? അവിടെ സ്ത്രീ പീഡനത്തിന് ആരോപിതനായ ഒരു നേതാവിനെ വീണ്ടും നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാനാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ആളുകൾ വന്നത്. അവരതുകൊണ്ട് അങ്ങനെ വെറുതെ വിടാൻ അവർ തീരുമാനിച്ചില്ല, അടച്ചിട്ടു. അത് വലിയ വാർത്തയായല്ലോ. അതുപോലെ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കായംകുളത്താണ് വലിയൊരു പാർട്ടിക്കകത്തുനിന്ന് വലിയൊരു ചോർച്ച ഉണ്ടായിരിക്കുന്നത്. കായംകുളം കുറേ കാലമായിട്ട് CPMൻ്റെ ഒരു പരീക്ഷണ മേഖലയാണ്. അവിടെ വിഭാഗീയത അതിരൂക്ഷമായിരുന്നു. ഈ അടുത്ത കാലത്തും അവിടുത്തെ വിഭാഗീയതയുടെ പേരിൽ അവിടുത്തെ MLAക്കെതിരെ പലതരം ആരോപണങ്ങളും കുത്തിത്തിരിപ്പുകളും ഒക്കെ നമ്മൾ വാർത്തയായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം 218 പ്രവർത്തകർ, നേതാക്കളടക്കം, പ്രാദേശിക നേതാക്കളടക്കം കൂട്ടത്തോടെ രാജിവെച്ച് BJPയിലേക്ക് പോയത്. ഇവരെന്തുകൊണ്ട് BJPയിലേക്ക് പോയി? അവർക്ക് കോൺഗ്രസ്സിലേക്ക് പോയിക്കൂടായിരുന്നോ? ഇല്ലേ വേറെ CPIയിലേക്ക്, ഒരു സമാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയിക്കൂടായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. അതുകൂടി അതൊരു കാരണമാണ്. ഈ പറയുന്ന കമ്മ്യൂണിസം ഒരു അധാർമിക ആശയമാണെന്ന് നമ്മളാരും പറഞ്ഞതല്ല. പണ്ട് മന്നത്ത് പത്മനാഭൻ്റെ കാലത്തെ പറഞ്ഞു, നായന്മാർക്ക് പറ്റിയതല്ല ഈ കമ്മ്യൂണിസം. ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, അതൊരു അധാർമിക ചിന്തയാണ്, മനുഷ്യവിരുദ്ധമാണ്, അത് മനുഷ്യൻ്റെ പുരോഗതിക്ക് തടസ്സമാണ്, കട്ടിലിനനുസരിച്ച് കാല് വെട്ടുന്നതിന് തുല്യമാണ് ഇല്ലേ? അപ്പോൾ ആ തരത്തിൽ കട്ടിൽ ചെറുതായി പോയെങ്കിൽ കാല് വെട്ടി കട്ടിലിനൊപ്പമാക്കുന്നത് പോലെയാണ് സാമ്പത്തിക അസമത്വം ഉണ്ടോ എങ്കിൽ പണക്കാരനെല്ലാം കൊല്ലണം എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനൊരു ഫിലോസഫിയിൽ വിശ്വസിക്കാൻ നായന്മാർ കിട്ടരുത് എന്നാണ് മന്നത്ത് പത്മനാഭൻ കരയോഗം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. കാരണം നായർ പുരോഗമിക്കണ്ടേ എന്ന് ചിലർ അങ്ങോട്ട് ചോദിച്ചു. പുരോഗമനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരലല്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചതാണ്, സമുദായത്തെ ഓർമ്മിപ്പിച്ചതാണ്. പക്ഷെ അത് എത്ര പേര് ചെവിക്കൊണ്ടു എന്ന് നമുക്കറിയില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സംഭവിക്കുന്നത്, ഭംഗീന്തരേണ ഇത്രയും കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ഹിന്ദു പാർട്ടി. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ എങ്ങനെയോ വന്ന് അതിലാണ് പെട്ടത്, ഭൂരിപക്ഷ സമുദായങ്ങൾ എന്ന നിലയിലും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായമായിരുന്നു. അവർ തിരിച്ചറിവുണ്ടായി തുടങ്ങി. അവരുടെ ചോർച്ച പരിഹരിക്കാനാണ് അവർ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് ആളുകളെ കൂടുതലായിട്ട് മനഃപൂർവ്വം റിക്രൂട്ട് ചെയ്തു തുടങ്ങി. അത് പാർട്ടിക്ക് വലിയ ശ്വാസം മുട്ടലായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ഇനി വേറെ ഒരു കാരണവും പറയാതെ ആളുകൾക്ക് പൊഴിഞ്ഞു പോകുവാൻ നിർബാധം കഴിയും. അതുകൊണ്ടാണ് അവർ നേരെ BJPയിലേക്ക് പോകുന്നത്. പക്ഷേ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം എടുത്തിരിക്കുന്ന നിലപാടും അവരുടെ ആശയഗതികളും
ദേശീയ കാഴ്ചപ്പാടുള്ളതും അത് ആത്യന്തികമായി നിലനിൽക്കുന്നതും സനാതന തത്വങ്ങൾക്ക് ചേർന്നതും ഇറക്കുമതി ചെയ്യപ്പെട്ട ആശയമല്ലെന്നും ഈ മണ്ണിൽ തന്നെ ഉണ്ടായ ആശയമാണെന്നും അത് അതിപുരാതന കാലം മുതലേ തുടർന്നു വരുന്ന ആശയ അടിത്തറയുള്ള പ്രസ്ഥാനമാണെന്നും BJP രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പിന്നെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞ പാർട്ടിയാണെങ്കിലും അതിൻ്റെ ആശയ അടിത്തറ അത് അനേകായിരം നൂറ്റാണ്ടുകളായി ഇവിടെ നിൽക്കുന്നതാണ്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ BJPയിലേക്ക് പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം. അതിപ്പോൾ കായംകുളത്ത് കണ്ടു. ഇപ്പോൾ കോട്ടയം ജില്ലാ സമ്മേളനം കഴിഞ്ഞു പാർട്ടിയിൽ. കോട്ടയം ജില്ലയിലെ ഏറ്റവും സാത്വികനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, പൊതുമധ്യത്തും സ്വീകാര്യനായ ഒരു ജെൻറ്റിൽമാൻ കമ്മ്യൂണിസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് സുരേഷ് കുറുപ്പായിരുന്നു. അപ്പോൾ സുരേഷ് കുറുപ്പിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കം ചെയ്തു. 35 വർഷമായി സുരേഷ് കുറുപ്പ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിലാണ്. കഴിഞ്ഞ സമ്മേളന കാലത്ത് തന്നെ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു, അപേക്ഷ കൊടുത്തിരുന്നു. അത് അന്ന് പരിഗണിച്ചില്ല, ഇപ്പോൾ പരിഗണിച്ചു. ഇപ്പോൾ പരിഗണിക്കുമ്പോൾ സുരേഷ് കുറുപ്പിന് വേറൊരു പദവിയില്ല. അദ്ദേഹത്തിൻ്റെ ജൂനിയർമാരായ അദ്ദേഹത്തിന് ശേഷം പാർട്ടിയിലേക്ക് വന്ന അനേകം ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, ചിലർ കേന്ദ്ര കമ്മിറ്റിയിൽ വരെയുണ്ട്. എന്നിട്ടും 4 തവണ കോട്ടയം പാർലമെൻറ്റ് സീറ്റിനെ പ്രതിനിധീകരിച്ച, 2 തവണ ഏറ്റുമാനൂർ സീറ്റിൽ നിന്ന് MLA ആയ സുരേഷ് കുറുപ്പിന് അർഹമായ ഒരു പദവിയും പാർട്ടിയിൽ കൊടുത്തില്ല. 2016 പിണറായി മന്ത്രിസഭയിൽ സുരേഷ് കുറുപ്പ് മന്ത്രിയാകും എന്ന് പ്രവചിച്ചവരുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം സ്പീക്കറാകും എന്ന് പറഞ്ഞവരുമുണ്ട്. ഇതൊന്നും അദ്ദേഹം ആയില്ല. അപ്പോൾ അതായിരിക്കില്ല സുരേഷ് കുറുപ്പിനെ വിഷമിപ്പിച്ച കാര്യം. പാർട്ടിയിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിനെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടി സീനിയോറിറ്റിയോ മാനിച്ചില്ല. അതിൽ അദ്ദേഹം ഖിന്നനായിരുന്നു. അതുകൊണ്ട് ഇനി ഈ ജില്ലാ കമ്മിറ്റിയിൽ 35 വർഷമായി തുടരുന്ന ജില്ലാ കമ്മിറ്റിയിൽ തുടരാൻ ആഗ്രഹമില്ല എന്നതൊരു പ്രതിഷേധമാണ്. അതിനുശേഷം അത് സുരേഷ് കുറുപ്പ് ഇനി എന്ത് ചെയ്യും എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ തരം അഭ്യൂഹങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം സുരേഷ് കുറുപ്പ് ഒരു മാധ്യമപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ അത് നിഷേധിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിയിലേക്കും അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹം G. സുധാകരൻ പറയുന്നത് പോലെ തന്നെ CPM-കാരനെ കമ്മ്യൂണിസ്റ്റുകാരനായി നിലനിൽക്കും എന്നാണ്. അദ്ദേഹം വളരെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ വിദ്യാർത്ഥി KSF-ലൂടെ വന്നയാളാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിൽ CPM രാഷ്ട്രീയത്തിൽ വന്നതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായി, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. അങ്ങനെ ഉള്ള സുരേഷ് കുറുപ്പിന് പൊതുവിൽ കോട്ടയം ജില്ലയിലും പുറത്തും സാമാന്യന് രാഷ്ട്രീയത്തിനുപരിയായ ഒരു അംഗീകാരമുള്ള നേതാവാണ്. അത് ഒരു വലിയ ഗുണമാണല്ലോ എല്ലാ നേതാവിനെയും സംബന്ധിച്ച്. പാർട്ടിക്കാർ മാത്രമല്ല, പാർട്ടിക്ക് പുറത്തും അദ്ദേഹത്തിനൊരു സൽപ്പേരുണ്ട്. അങ്ങനെ ഒരാളെ പാർട്ടിയുടെ ഇന്നത്തെ നേതൃത്വം അംഗീകരിക്കുന്നില്ല. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം. അപ്പോൾ സുരേഷ് കുറുപ്പ് ഇപ്പോൾ താൻ KV തോമസിനെ പോലെയോ AP അബ്ദുള്ളക്കുട്ടിയെ പോലെയോ P. സറിനെ പോലെയോ പിന്നെ പാർട്ടി മാറുന്ന ആളല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 പേര് CPM-ലേക്ക് അനുഭാവം പ്രകടിപ്പിച്ച് ചെന്നവരെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ മനോഭാവം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നും നമുക്കിപ്പോഴൊന്നും ഒരു പ്രവചനം വേണ്ട. ഏതായാലും അദ്ദേഹം വളരെ ബുദ്ധിപരമായൊരു തീരുമാനമെടുക്കും ഭാവിയിൽ. CPM-ഉമായിട്ട് അദ്ദേഹത്തിന് യോജിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ടെമ്പറമെൻ്റുള്ള നേതാവല്ല സുരേഷ് കുറുപ്പ്.